അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തുടർ പ്രവർത്തനം 4 വരെയാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. 5ാമത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവിടെ ആദ്യമായിട്ട് വായുവിൽ നിന്ന് മാധ്യമത്തിലേക്ക് പതിക്കുന്ന ഒരു പ്രകാശരശ്മി, അവിടെ അപവർത്തനം സംഭവിക്കുന്നു. 40 ഡിഗ്രി ഇൻസിഡൻറ്റ് കോണുണ്ടായിരുന്ന പ്രകാശരശ്മി പിന്നെ ഡിവിയേറ്റ് ചെയ്ത് റിഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം 20 ഡിഗ്രി ആയിട്ട് കുറയുന്നു. അടുത്ത ഒരു സന്ദർഭത്തിൽ വായുവും മാധ്യമം 1 തന്നെയാണ്. അവിടെ 40 ഡിഗ്രി ഉണ്ടായിരുന്നത് പിന്നെ 30 ഡിഗ്രി ആയിട്ട് നേരത്തെ അപേക്ഷിച്ച് 10 ഡിഗ്രി കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ ഏത് മാധ്യമത്തിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ? എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ മാധ്യമത്തിനാണ്. കാരണം അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. അതുപോലെ പ്രകാശവേഗം കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏത് മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കമാണ് കൂടുതൽ? മാധ്യമം 1ൻ്റേതാണ്. കാരണം പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചിത്രങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് ചിത്രം നിരീക്ഷിക്കുക. ചിത്രം 1ഉം 2ഉം എയും ബിയും കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു പ്രിസം പോലെയുള്ള ഒരു ഇതിലേക്ക് പ്രകാശം പതിക്കുന്നു. അതിൻ്റെ കോണ് 90 ഡിഗ്രിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പൂർണ്ണാന്തരിക പ്രതിപതനമാണ് സംഭവിക്കുന്നത്. നമുക്ക് 90 ഡിഗ്രി ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ അളവിലാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ പൂർണ്ണാന്തരിക പ്രതിപതനമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ചിത്രം പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. രണ്ടാമത്തെ ചിത്രം ഗ്ലാസ് ലാബിലേക്ക്, വായുവിൽ നിന്ന് ഗ്ലാസ് ലാബിലേക്ക് പതിക്കുന്ന ഒരു അപവർത്തന രശ്മിയുടേതാണ്. എന്നിട്ട് തിരിച്ച് ഗ്ലാസ്സിൽ നിന്ന് പ്രകാശരശ്മി തിരിച്ചു പോകുന്നത് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് പ്രിസത്തിലൂടെയുള്ള പ്രതിപതനമാണ്. അപ്പോൾ ആദ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ, പൂർണ്ണാന്തര പ്രതിപതനം സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ്? ചിത്രം എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചിത്രം ഏതൊക്കെയാണ്? ബിയും സിയുമാണ്. അപ്പോൾ അവിടെ രണ്ടിലും അപവർത്തനമാണ് സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. തന്നിരിക്കുന്നവയിൽ ഏത് പതന കോണിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത്? നമുക്കറിയാം, അതിൽ കൂടുതൽ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോൺ വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ അവിടെ പൂർണ്ണാന്തര പ്രതിപതനം നടക്കുകയുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 42നെ കഴിഞ്ഞും കൂടുതലുള്ള വാല്യൂ ഓപ്ഷൻസ് നിന്ന് കണ്ടുപിടിക്കുക. 49 അവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ സൈക്കിളിൻ്റെ റിഫ്ലക്ടറുകളിൽ അനേകം ചെറിയ പ്രിസങ്ങളുണ്ട്. ഇവയുള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം നടക്കുന്നതിനാൽ ചെറിയ പ്രകാശം പതിച്ചാൽ പോലും പ്രകാശിതമായി ദൃശ്യമാകും. അപ്പോൾ ആ റിഫ്ലക്ടറുകളിൽ പൂർണ്ണാന്തര പ്രതിപതനമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നല്ല പ്രകാശം കിട്ടുന്നു. അടുത്തതായി പട്ടിക നിരീക്ഷിക്കുക. മാധ്യമവും അപവർത്തനാങ്കവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ വാല്യൂ, വായുവിൻ്റെ അപവർത്തനാങ്കം 1.003 ആണ്. ജലം 1.33 ആണ്. നമ്മൾ വായുവിൻ്റെ 1 ആണ് പഠിച്ചത്. അവിടെ ആ ഒരു കറക്റ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ജലത്തിൻ്റെത് 1.33 ആണ്. മണ്ണെണ്ണ 1.44, ടർപ്പൻറ്റൈൻ ഓയിൽ 1.47, ക്രൗൺ ഗ്ലാസ് 1.52, വജ്രം 2.42. അപ്പോൾ ഈ വാല്യൂകളെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി പട്ടികയിൽ നൽകിയിരിക്കുന്നതിൽ പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? അപ്പോൾ നമുക്ക് എന്ത് ശ്രദ്ധിച്ചാൽ മതി? അപവർത്തനാങ്കം കൂടുതലായിട്ടുള്ള വാല്യൂ നോക്കിയാൽ നമുക്ക് പ്രകാശവേഗം കുറഞ്ഞ മാധ്യമം കിട്ടും. അപ്പോൾ വജ്രമാണ്. വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.42 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വായുവിലൂടെയുള്ള പ്രകാശവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശവേഗം എന്തായിരിക്കും? അപ്പോൾ n = 1.44 വെച്ചിട്ട് നമ്മൾ മണ്ണെണ്ണയുടെ അപവർത്തനാങ്കം വെച്ചിട്ട് നമ്മൾ വിൻ്റെ വാല്യൂ അവിടെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ n = c/v എന്ന ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1.44 = 3 × 10⁸ v എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ വിൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എത്രയാണ് അവിടെ കിട്ടുന്നത്? 2.08 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തും കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് അവിടെ പറയുന്നത്. വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുമോ അതോ അകലുമോ? ഉത്തരം സാധൂകരിക്കുക. നമുക്ക് അപവർത്തനാങ്കത്തിൻ്റെ വാല്യൂകളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറയാനും കഴിയും. അപ്പോൾ ലംബത്തോട് അടുക്കുമെന്നാണ് ആൻസർ. വജ്രത്തിന് പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയതിലേക്ക് കടക്കുന്നതിനാൽ ലംബത്തോട് അടുക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മെഥനോളിലെ പ്രകാശവേഗത്തേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് എഥനോളിൽ കൂടി പ്രകാശം സഞ്ചരിക്കുന്നത്. ഇവയിൽ അപവർത്തനാങ്കം കുറവ് ഏത് മാധ്യമത്തിനായിരിക്കും? മെഥനോളിന് അപവർത്തനാങ്കം കുറവാണ്. കാരണം എന്താണ്? പ്രകാശവേഗം കൂടുതൽ മെഥനോളിലായതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ആ ഒരു പ്രകാശവേഗത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്നാൽ അപവർത്തനാങ്കം എങ്ങനെയായിരിക്കും? അപ്പോൾ രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും എഴുതാൻ പറ്റും. അടുത്തതായി പ്രതിപതനവും പൂർണ്ണാന്തര പ്രതിപതനവും രണ്ട് തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് അവിടെ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. പ്രതിപതനം, ദർപ്പണങ്ങളിൽ നിന്നുള്ള പ്രതിപതനം ആണ് കൊടുത്തിരിക്കുന്നത്. പ്രതിപതനത്തിന് എക്സാമ്പിളായിട്ട് പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപദിക്കുന്നില്ല. എന്നാൽ പൂർണ്ണാന്തര പ്രതിപതനത്തിൽ പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപദിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൈബർ കേബിളിൻ്റെ ഒരു ചിത്രമൊക്കെ വരച്ചല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രകാശരശ്മി ആ കോണുകളിൽ തട്ടിയിട്ട് പൂർണ്ണമായും പ്രതിപദിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഒരു ദർപ്പണത്തിൽ പതിക്കുന്നത് സംബന്ധിച്ച് അവിടെ പ്രകാശരശ്മി പൂർണ്ണമായിട്ടും പ്രതിപദിക്കുന്നില്ല. പതനത്തിലേക്ക് ഏത് പതനകോണിൽ പതിച്ചാലും പ്രതിപതനം സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏതൊരു വസ്തുവിനെ നമ്മൾ കാണുന്നതിനുള്ള കാരണം പ്രതിപതനം എന്ന ഒരു സവിശേഷതയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ പതിച്ചാലും പ്രതിപതനം എന്ന പ്രോസസ്സ് നടക്കും. എന്നാൽ പൂർണ്ണാന്തര പ്രതിപതനത്തിന് ഒരു നിശ്ചിത കോണളവുണ്ട്. പ്രകാശരശ്മി പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പതിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു സവിശേഷതയാണ് പൂർണ്ണാന്തര പ്രതിപതനം. അപ്പോൾ പ്രകാശത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ അപവർത്തനം പഠിച്ചു, പ്രതിപതനം, അതുപോലെ പൂർണ്ണാന്തരിക പ്രതിപതനമൊക്കെ പഠിച്ചു. പ്രകാശത്തിൻ്റെ ഒരു ബേസിക് ആയുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും അതൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്